ഹായ് എവ്രി വൺ. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഗൂഗിൾ ഷീറ്റ്സിനെ പറ്റിയിട്ടാണ്. ഗൂഗിൾ ഷീറ്റ്സ് യൂസ് ചെയ്യുന്നതുകൊണ്ടുള്ള ബെനിഫിറ്റ്സ് ആണ് നമ്മൾ ആക്ച്വലി ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. എക്സൽ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് യൂസ് ചെയ്യുന്നു, എന്നാൽ ഗൂഗിൾ ഷീറ്റ്സ് അങ്ങനെയല്ല. ഗൂഗിൾ ഷീറ്റ് നമുക്ക് ഓൺലൈനായിട്ട് ഫ്രീ ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ് ഗൂഗിൾ ഷീറ്റ് എന്ന് പറയുന്നത്. മാത്രമല്ല എല്ലാ പുതിയ ഫോമുലാസും ഫങ്ഷൻസും ഒക്കെ തന്നെയും ഗൂഗിൾ ഷീറ്റിൽ അവൈലബിൾ ആയിരിക്കും. എന്നാൽ വേർഷൻ അനുസരിച്ചായിരിക്കും എക്സലിൽ ഇതിൻ്റെ അവൈലബിലിറ്റി എന്ന് പറയുന്നത്. ഗൂഗിൾ ഷീറ്റ് ഓൺലൈനായിട്ട് ആക്സസ് ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് തന്നെ നമുക്കിത് മൾട്ടിപ്പിൾ യൂസേഴ്സിന് ഷെയർ ചെയ്തുകൊണ്ട് വർക്ക് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. ഇനിയിപ്പോൾ അത് മാത്രമല്ല, നമ്മൾ ചെയ്ത ഒരു ഗൂഗിൾ ഷീറ്റിൽ ആരെങ്കിലും ഒരു ചേഞ്ച് വരുത്തി എന്നിരിക്കട്ടെ, അതാരാണെന്ന് വളരെ കറക്റ്റായിട്ട് നമുക്ക് മനസ്സിലാവുന്നതായിരിക്കും. ആ ഒരു ചേഞ്ച് നമുക്ക് നമ്മുടെ ഷീറ്റിന് വേണ്ട എങ്കിൽ അതിനെ റിക്കവർ ചെയ്ത് പഴയ വേർഷനിലേക്ക് വരുത്താനും സാധിക്കുന്നതായിരിക്കും. അപ്പോൾ അതൊക്കെ എങ്ങനെയാണെന്ന് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഗൂഗിൾ ഷീറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് ഒന്നുകിൽ നമുക്ക് നമ്മുടെ ബ്രൗസറിൽ sheets.new എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ പുതിയൊരു ഷീറ്റിലേക്കാണ് നമ്മൾ എത്തുന്നത്. അതല്ലെങ്കിൽ നമ്മൾ നമ്മുടെ മെയിൽ ഓപ്പൺ ചെയ്യുക. അതിനുശേഷം ഈ ആപ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ സിമ്പിൾ ഉണ്ടല്ലോ, അതൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. താഴേക്ക് സ്ക്രോൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ ഷീറ്റ് എന്നുള്ള ഓപ്ഷൻ കാണാവുന്നതാണ്. അത് ക്ലിക്ക് ചെയ്തിട്ട് നമുക്കിങ്ങനെ ബ്ലാങ്ക് ഗൂഗിൾ ഷീറ്റ് എടുത്തിട്ട് ചെയ്യാവുന്നതാണ്. ഇനി അടുത്തതായിട്ട് ഞാൻ പറയാൻ പോകുന്ന കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും ഉള്ള ഒരു ഡൗട്ടാണ്. നിങ്ങൾ ഒരു ഡാറ്റ എക്സലിൽ ചെയ്തു വെച്ചു എന്നിരിക്കട്ടെ, ആ ഡാറ്റ നമുക്ക് ഇങ്ങോട്ടേക്ക് ഇമ്പോർട്ട് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്, അതായത് ഗൂഗിൾ ഷീറ്റിൽ. അതിന് വേണ്ടിയിട്ട് നമ്മളിതാ ഫയൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇതിൽ ഇമ്പോർട്ട് എന്ന് പറയുന്ന ഈ ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ദെൻ നമുക്ക് ഡിഫറെൻറ്റ് ഓപ്ഷൻസ് കാണാം അല്ലേ. ഒന്നുകിൽ മൈ ഡ്രൈവ്, അല്ലെങ്കിൽ ഷെയർഡ് വിത്ത് മീ, അല്ലെങ്കിൽ റീസെൻറ്റ്, അപ്ലോഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഡിഫറെൻറ്റ് ഓപ്ഷൻസ് നമുക്ക് കാണാം. ഞാനിപ്പോൾ അപ്ലോഡ് എന്ന് പറയുന്ന ഓപ്ഷൻ എടുക്കുന്നു. ദെൻ ബ്രൗസ് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുന്നു. ഇപ്പോൾ ഇവിടെ നമ്മളോട് ചോദിക്കുന്നത് എവിടെയാണ് നമുക്ക് ആ ഫയൽ ഇമ്പോർട്ട് ചെയ്യേണ്ടതെന്നാണ്. അതായത് ഞാനിവിടെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുന്നത് റീപ്ലേസ് സ്പ്രെഡ്ഷീറ്റ് എന്നുള്ളതാണ്. അതായത് നമ്മളിപ്പോൾ എടുത്തിട്ടുള്ള ആ സ്പ്രെഡ്ഷീറ്റിൽ എന്ത് വരും, നമ്മൾ ഇമ്പോർട്ട് ചെയ്യാൻ പോകുന്ന എക്സൽ ഷീറ്റ് വരും. റീപ്ലേസ് സ്പ്രെഡ്ഷീറ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുന്നു. ഇമ്പോർട്ട് ഡാറ്റ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുന്നു. ഇനി അതല്ല, നിങ്ങൾക്ക് വേറെ സ്പ്രെഡ്ഷീറ്റാണ് ക്രിയേറ്റ് ചെയ്യേണ്ടതെങ്കിൽ ക്രിയേറ്റ് ന്യൂ സ്പ്രെഡ്ഷീറ്റ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യാവുന്നതാണ്. ഇതാ നമ്മുടെ എക്സൽ ഷീറ്റ് ഇവിടെ ഇമ്പോർട്ട് ആയിട്ടുണ്ട്. അപ്പോൾ വളരെ ക്വിക്കായിട്ട് തന്നെ നമുക്ക് നമ്മുടെ എക്സൽ ഷീറ്റിനെ ഗൂഗിൾ ഷീറ്റിലേക്ക് ഇമ്പോർട്ട് ചെയ്ത് എടുക്കാവുന്നതാണ്. ഇനി അടുത്തതായിട്ട് നമുക്ക് നമ്മുടെ എക്സലിലൊക്കെ കാണുന്നില്ലേ ഫ്രീസ് പെയിൻ എന്നുള്ള ഓപ്ഷൻ. അപ്പോൾ അതിന് പകരം നമുക്ക് എന്താണ് വളരെ ക്വിക്കായിട്ട് ഗൂഗിൾ ഷീറ്റിൽ ചെയ്യാൻ പറ്റുക എന്നുള്ളത് നമുക്ക് നോക്കാം. അതായത് ഞാനിപ്പോൾ ഈ ഒരു ഷീറ്റ് സ്ക്രോൾ ഡൗൺ ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ ഹെഡേഴ്സ് ഒന്നും വിസിബിൾ അല്ല അല്ലേ. വലിയ ഡാറ്റയൊക്കെ ആണെങ്കിൽ നമുക്ക് ഹെഡേഴ്സ് കാണുന്നില്ലെങ്കിൽ അത് ഡാറ്റ എന്താണെന്നുള്ളത് ഭയങ്കര കൺഫ്യൂസ്ഡ് ആവും നമ്മൾ. അപ്പോൾ ഹെഡേഴ്സ് അങ്ങനെ വിസിബിൾ ആവാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു ടോപ്പ് ലെഫ്റ്റ് കോർണറിലേക്ക് വരിക. അവിടെ നമ്മൾ കേഴ്സർ കൊണ്ടുവരുമ്പോൾ തന്നെ ഒരു ഹാൻഡ് ഐക്കൺ കാണാം. ആ ഫസ്റ്റ് റോ വരെ ഇത് ഡ്രാഗ് ചെയ്ത് വെക്കുക. ദെൻ ഇനി നിങ്ങൾ സ്ക്രോൾ ഡൗൺ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഹെഡേഴ്സ് വിസിബിൾ ആയിരിക്കും. കണ്ടല്ലോ. അതേപോലെ തന്നെ നമുക്ക് ഫസ്റ്റ് കോളം ലെഫ്റ്റിലേക്കോ റൈറ്റിലേക്കോ സ്ക്രോൾ ചെയ്യുമ്പോൾ നമുക്ക് ഫസ്റ്റ് കോളം മാത്രം വിസിബിൾ ആവണം എന്നിരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ ആ സമയത്തും നമുക്ക് ഇതേപോലെ തന്നെ ഹാൻഡിലൊന്ന് പിടിച്ച് ഡ്രാഗ് ചെയ്ത് വെക്കുക. ഫസ്റ്റ് കോളം കഴിഞ്ഞ് ഡ്രാഗ് ചെയ്ത് വെക്കുക. ഇനി നമ്മൾ എങ്ങോട്ട് സ്ക്രോൾ ചെയ്താലും നമുക്ക് ആ ഫസ്റ്റ് കോളം വിസിബിൾ ആവുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് നിങ്ങൾക്ക് അങ്ങനെ കോളം അല്ലെങ്കിൽ റോ സെറ്റ് ചെയ്ത് വെക്കാവുന്നതാണ്. നമുക്ക് വളരെ ക്വിക്കായിട്ട് കോളംസ് എങ്ങനെ ഗൂഗിൾ ഷീറ്റിൽ ഇൻസേർട്ട് ചെയ്യാം എന്ന് നോക്കാം. ഒരു കോളം ഇൻസേർട്ട് ചെയ്യാനാണെങ്കിൽ ജസ്റ്റ് റൈറ്റ് ക്ലിക്ക് ചെയ്യുക. ദെൻ കോളം ഇൻസേർട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ നമുക്കിവിടെ കാണാം. ഇനിയിപ്പോൾ മോർ ദാൻ 1 കോളം ആണെങ്കിൽ വളരെ ക്വിക്കായിട്ട് നമുക്ക് ഇൻസേർട്ട് ചെയ്യാം. ഇനിയിപ്പോൾ 3 കോളംസ് ആണ് വേണ്ടതെങ്കിൽ 3 കോളം നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. റൈറ്റ് ക്ലിക്ക് ചെയ്യാം. ഇൻസേർട്ട് 3 കോളംസ് എന്നുള്ള ഓപ്ഷൻ നമുക്ക് കാണാം. ക്ലിക്ക് ചെയ്യുന്നു. കണ്ടില്ലേ, 3 കോളംസ് വളരെ ക്വിക്കായിട്ട് തന്നെ ഇൻസേർട്ട് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ഗൂഗിൾ ഷീറ്റിനുള്ള മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു കോളത്തിൻ്റെ സമ്മറി ഗൂഗിൾ ഷീറ്റ് വളരെ ക്വിക്കായിട്ട് തന്നെ തരുന്നതായിരിക്കും. അതായത് എനിക്കിപ്പോൾ ഈ സാലറിയുടെ സമ്മ് വേണമെന്നിരിക്കട്ടെ, ഞാൻ ജസ്റ്റ് ഈ കോളം ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. ദെൻ ഇവിടെ ബോട്ടം റൈറ്റിലേക്ക് ഞാനൊന്ന് എൻ്റെ കേഴ്സർ കൊണ്ടുപോവുകയാണെങ്കിൽ അവിടെ നമുക്ക് അതിൻ്റെ സമ്മറി കാണാം. അതായത് സമ്മുണ്ട്, ആവറേജ്, മിനിമം, മാക്സിമം, കൗണ്ട്, ഇങ്ങനെയുള്ള എല്ലാ ഡീറ്റെയിൽസും ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ വളരെ ക്വിക്കായിട്ട് തന്നെ നമുക്ക് നമ്മുടെ കോളത്തിൻ്റെ സമ്മറി കാണാവുന്നതാണ്. അടുത്തതായിട്ട് എക്സലിൽ പിക്ചർ ഇൻസേർട്ട് ചെയ്യുന്നതിനെക്കാട്ടും വളരെ ഈസി ആയിട്ടും ക്വിക്കായിട്ട് നമുക്ക് ഗൂഗിൾ ഷീറ്റിൽ പിക്ചർ ഇൻസേർട്ട് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അതായത് സെല്ലിൻ്റെ ഉള്ളിലുള്ള കാര്യമാണ് പറയുന്നത്. സെല്ലിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് വേണ്ട സൈസിൽ പിക്ചർ ഇൻസേർട്ട് ചെയ്ത് കൊടുക്കാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ഇനിയിപ്പോൾ ഷീറ്റിന് പേര് കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് ഞാനൊന്ന് ജസ്റ്റ് പറഞ്ഞു പോവാം. ഇവിടെ നിങ്ങൾക്ക് ടോപ്പിലായിട്ട് കാണാം അൺടൈറ്റിൽഡ് സ്പ്രെഡ്ഷീറ്റ് എന്ന് പറഞ്ഞിട്ടല്ലേ. അപ്പോൾ അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മളുടെ ഗൂഗിൾ ഷീറ്റിന് പേര് കൊടുക്കാൻ സാധിക്കുന്നതായിരിക്കും. ഞാനിവിടെ ഡാറ്റ എന്ന് പറഞ്ഞിട്ട് ഒരു പേര് കൊടുക്കുകയാണ്. ഇനി അതേപോലെ തന്നെ പുതിയൊരു ഷീറ്റ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് എക്സലിൽ വർക്ക് ഷീറ്റ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് പോലെ തന്നെ ഗൂഗിൾ ഷീറ്റിൽ ഷീറ്റ് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതാ ഈ ഒരു പ്ലസ് ഐക്കൺ ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി. കണ്ടല്ലോ, ഷീറ്റ് 2 എന്ന് പറഞ്ഞ് പുതിയൊരു ഷീറ്റ് ആഡ് ആയിട്ടുണ്ട്.
മറ്റൊരു പ്രത്യേകത ഞാൻ കാണിച്ചു തരാം. ജസ്റ്റ് മൗസ് കൊണ്ട് ഒന്ന് ഡ്രാഗ് ചെയ്ത് ഞാൻ ഇത്രയും സെൽസ് ഒന്ന് സെലക്ട് ചെയ്യുകയാണ്. ദെൻ ഇതിലേതെങ്കിലും ഒരു സെല്ലിൻ്റെ മിഡിലിൽ വെച്ചിട്ട് വീണ്ടും എനിക്ക് വേണ്ടത്ര സൈസിലേക്ക് ഒന്ന് ഡ്രാഗ് ചെയ്ത് കൊടുക്കുന്നു. സെല്ലിൻ്റെ സൈസ് കൂട്ടാൻ വേണ്ടിയിട്ടാണ്. കണ്ടോ, സെലക്ട് ചെയ്ത എല്ലാ സെൽസും അതേ വിഡ്ത്തിലേക്ക് വന്നിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ഇമേജ് ഇൻസേർട്ട് ചെയ്ത് നോക്കാം അല്ലേ. അതിനായിട്ട് ഞാനൊരു സെല്ല് ക്ലിക്ക് ചെയ്യുന്നു. ദെൻ ഇൻസേർട്ടിൽ പോകുന്നു. അതിനുശേഷം ഇമേജ് എന്നുള്ള ഈ ഓപ്ഷനിൽ പോയിട്ട് ഇൻസേർട്ട് ഇമേജ് ഇൻ സെൽ എന്നുള്ള ഓപ്ഷനാണ് സെലക്ട് ചെയ്യുന്നത്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അതിനുശേഷം ഞാൻ ബ്രൗസ് ചെയ്ത് ഒരു ഇമേജ് ഇൻസേർട്ട് ചെയ്യുകയാണ്. കണ്ടോ, നമ്മുടെ ഇമേജ് ഇവിടെ ഇൻസേർട്ട് ആയിട്ടുണ്ട്. കുറച്ച് വൈറ്റ് സ്പേസ് ഉണ്ട്. അത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെറുതാക്കിയിട്ട് ആ വൈറ്റ് സ്പേസിനെ റിമൂവ് ചെയ്യാവുന്നതാണ്. കണ്ടില്ലേ, വളരെ കറക്റ്റായിട്ട് തന്നെ സെല്ല് ഇൻസേർട്ട് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കതിനെ സെൻറ്ററിലേക്ക് അലൈൻ ചെയ്ത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇതേപോലെ അലൈൻമെൻറ്റ് സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് സെൻറ്ററിലേക്ക് കൊണ്ടുവന്ന് വെക്കാവുന്നതാണ്. ഞാനൊരു സെല്ല് കൂടി സെലക്ട് ചെയ്ത് ഇൻസേർട്ട് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് ഇമേജിൽ പോയിട്ട് ഇപ്രാവശ്യം ഞാൻ സെലക്ട് ചെയ്യാൻ പോകുന്നത് ഇൻസേർട്ട് ഇമേജ് ഓവർ സെൽസ് എന്നുള്ളതാണ്. ദെൻ ഞാനൊരു ഇമേജ് ബ്രൗസ് ചെയ്ത് കൊടുക്കുകയാണ്. ഇതാ നമ്മുടെ ഇമേജ് ഓവർ സെൽസ് കൊടുത്തത് കൊണ്ട് തന്നെ നമുക്ക് സെൽസിന് പുറത്തേക്കാണ് ഇമേജ് വന്നിട്ടുള്ളത് അല്ലേ, സെല്ലിൻ്റെ ഉള്ളിലല്ല. ഇനിയിപ്പോൾ ഇതിനെ ഉള്ളിലേക്ക് ആക്കാനൊരു വഴിയുണ്ട്. ജസ്റ്റ് ആ ഇമേജ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഇവിടെ മേലെയായിട്ട് ഒരു 3 ഡോട്ട്സ് കാണാം അല്ലേ, അതിലൊന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം പുട്ട് ഇമേജ് ഇൻ സെലക്റ്റഡ് സെൽ എന്നുള്ള ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുന്നു. കണ്ടോ, ഇപ്പോൾ നമ്മുടെ ഇമേജ് നമുക്ക് വേണ്ട സെല്ലിൽ തന്നെ വന്നിട്ടുണ്ട്. ഇനി ഒന്ന് അലൈൻമെൻറ്റ് കറക്റ്റാക്കി കൊടുക്കുന്നു. കണ്ടല്ലോ, അങ്ങനെ നമുക്ക് ഇമേജ് വളരെ കറക്റ്റായിട്ട് തന്നെ ഇൻസേർട്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്ക് എങ്ങനെയാണ് ഗൂഗിൾ ഷീറ്റ് മറ്റൊരാൾക്ക് ഷെയർ ചെയ്യുക എന്നുള്ളത് നോക്കാം. അതായത് നമ്മൾ പറഞ്ഞു മൾട്ടിപ്പിൾ യൂസേഴ്സിന് ഇതിൽ വർക്ക് ചെയ്യാം അല്ലേ, സെയിം ടൈമിൽ വർക്ക് ചെയ്യാം എന്ന് പറഞ്ഞു. അപ്പോൾ അത് നമ്മൾ ഷെയർ ചെയ്ത് കൊടുത്താൽ മാത്രമേ അവർക്ക് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മളാണ് ഈ ഷീറ്റിൻ്റെ ഓണറെങ്കിൽ നമ്മളത് അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതെങ്ങനെ ഷെയർ ചെയ്യാം എന്നുള്ളത് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഇവിടെ തന്നെ കാണാം, നിങ്ങൾക്ക് ഷെയർ എന്നുള്ള ഐക്കൺ കാണാം അല്ലേ, അതൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുന്നു. ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം, ആർക്കാണോ ഷെയർ ചെയ്യേണ്ടത് അയാളുടെ ഇമെയിൽ ID ടൈപ്പ് ചെയ്ത് കൊടുക്കാം. പേര് ജസ്റ്റ് ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾ ഓൾറെഡി കോൺടാക്റ്റിലുള്ള ആളാണെങ്കിൽ ഇമെയിൽ അവിടെ ഓട്ടോമാറ്റിക്കലി വന്നോളും. അത് കഴിഞ്ഞതിന് ശേഷം ഇവിടെ റെസ്ട്രിക്റ്റഡ് എന്നാണുള്ളത്, അത് മാറ്റിയിട്ട് എനിവൺ വിത്ത് ദ ലിങ്ക് എന്നാക്കണം. ഓക്കെ, ഷെയർ ചെയ്യുന്നതിന് മുൻപേ നമ്മൾ എനിവൺ വിത്ത് ദ ലിങ്ക് എന്നാക്കണം. ദെൻ എന്ത് ചെയ്യാം, ഒന്നുകിൽ കോപ്പി ലിങ്ക് എടുത്തിട്ട് നമുക്ക് അവർക്ക് വാട്സപ്പിലേക്ക് ഈ ലിങ്ക് അങ്ങ് പേസ്റ്റ് ചെയ്ത് കൊടുക്കാം. അതല്ലെങ്കിൽ ഇവിടുന്ന് ഡൺ എന്ന് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ അവർക്കൊരു മെയിൽ പോയിട്ടുണ്ടാവും. മനസ്സിലായല്ലോ? അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഷെയർ ചെയ്ത് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അവരവരുടെ മെയിൽ ഓപ്പൺ ചെയ്ത് അവർക്ക് ഡയറക്റ്റ് ഈ ഒരു ഗൂഗിൾ ഷീറ്റ് ഓപ്പൺ ചെയ്ത് വർക്ക് ചെയ്യാവുന്നതാണ്. അടുത്തതായിട്ട് നമ്മളിവിടെ പരിചയപ്പെടാൻ പോകുന്നത് വേർഷൻ ഹിസ്റ്ററിയാണ്. എന്താണ് വേർഷൻ ഹിസ്റ്ററി? അതായത് നമുക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് വേർഷൻ ഹിസ്റ്ററി എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് നമ്മളിപ്പോൾ മൾട്ടിപ്പിൾ യൂസേഴ്സിനെ ഷെയർ ചെയ്ത് വർക്ക് ചെയ്യും. നമുക്ക് വേണ്ട ഒരു ഡാറ്റയിൽ മറ്റുള്ളവർ എന്തെങ്കിലും ചേഞ്ചസ് വരുത്തിയിട്ടുണ്ടെങ്കിൽ അത് കാണാനും ആര് ആ ചേഞ്ച് വരുത്തി എന്നുള്ളത് അറിയാനും, അതുപോലെ തന്നെ ഇഫ് നമുക്ക് ആ ചേഞ്ച് വേണ്ട എങ്കിൽ അതിനെ പ്രീവിയസ് വേർഷനിലേക്ക് മാറ്റാനും ആണ് നമ്മളെ ഈ വേർഷൻ ഹിസ്റ്ററി ഹെൽപ്പ് ചെയ്യുന്നത്. ഇനി ഇതെങ്ങനെ എവിടെയാണുള്ളതെന്ന് നോക്കാം. നമ്മുടെ വേർഷൻ ഹിസ്റ്ററി ഇരിക്കുന്നത് ഫയലിലാണ്. ഫയൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ താഴേക്ക് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാം വേർഷൻ ഹിസ്റ്ററി എന്നുള്ള ഓപ്ഷൻ. ഇനി ഇതല്ലാതെ തന്നെ നമുക്കിതാ ഈ ഒരു സൈഡിൽ ഇവിടെ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് വേർഷൻ ഹിസ്റ്ററി എടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ അവിടെ ക്ലിക്ക് ചെയ്തിട്ട് വേർഷൻ ഹിസ്റ്ററി എടുക്കുകയാണ്. ഈ ഒരു സൈഡിലായിട്ട് നമ്മൾ വരുത്തിയിട്ടുള്ള ചേഞ്ചസ് ഒക്കെ തന്നെ നമുക്ക് കാണാവുന്നതാണ് അല്ലേ. ഇതിൽ ഓരോന്നും ക്ലിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്തൊക്കെ ചേഞ്ചസ് വരുത്തി എന്നുള്ളത് ഇവിടെ കാണാവുന്നതാണ്. അത് മാത്രമല്ല, ചേഞ്ച് ചെയ്തിട്ടുള്ള സെൽസിൻ്റെ കളർ വരെ മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എളുപ്പം തന്നെ ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. ഇനിയിപ്പോൾ ഇതൊന്നും വേണ്ട, നമുക്ക് ഒറിജിനൽ വേർഷനിലേക്ക് തിരിച്ചു പോകണമെന്നുണ്ടെങ്കിൽ വ്യൂ ഒറിജിനൽ എന്നുള്ളത് ഇവിടെ ഉണ്ട്. അതൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുന്നു. റീസ്റ്റോർ ദിസ് വേർഷൻ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുന്നു. ദെൻ റീസ്റ്റോർ ചെയ്യുന്നു. ഒറിജിനൽ വേർഷനിലേക്ക് തന്നെ നമ്മൾ തിരിച്ചു വന്നിട്ടുണ്ട്. ഇനി ഇത് മാത്രമല്ല, നമുക്ക് സെൽസിൻ്റെ എഡിറ്റ് ഹിസ്റ്ററിയും കാണാവുന്നതാണ്. ഇപ്പോൾ ഞാൻ ഈ ഒരു സെല്ലിൽ HR മാറ്റിയിട്ട് മാർക്കറ്റിംഗ് എന്നാക്കിയിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നു. റൈറ്റ് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഷോ എഡിറ്റ് ഹിസ്റ്ററി എന്നുള്ളതൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുന്നു. കണ്ടോ, റീപ്ലേസ്ഡ് HR വിത്ത് മാർക്കറ്റിംഗ്, ആര് ചെയ്തു എന്നുള്ളതും നമുക്ക് കാണാവുന്നതാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ വേർഷൻ ഹിസ്റ്ററി എന്ന് പറയുന്നത്. അടുത്തതായിട്ട് ഞാനിവിടെ പറയാൻ പോകുന്നത് ഗൂഗിൾ ഷീറ്റ് പ്രിൻറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളാണ്, കുറച്ച് ടിപ്സാണ്. അപ്പോൾ ഗൂഗിൾ ഷീറ്റിൽ നമുക്കറിയാം പ്രിൻറ്റിങ്ങിനുള്ള ഓപ്ഷൻ ഇവിടെ ഉണ്ട്. ഡയറക്റ്റ് നമുക്ക് ഇവിടുന്ന് പ്രിൻ്റ് എടുക്കാം, അല്ലെങ്കിൽ Ctrl+P പ്രസ് ചെയ്ത് നമുക്ക് പ്രിൻറ്റിനുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ ജസ്റ്റ് ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുന്നു. ഇങ്ങനെയുള്ള ഒരു പ്രിൻറ്റ് സെറ്റിങ്സിൻ്റെ പേജിലാണ് നമ്മൾ എത്തിയിട്ടുള്ളത്. ടോട്ടൽ 2 പേജസ് എന്ന് ഇവിടെ നമുക്ക് കാണിക്കുന്നുണ്ട്. അതുകൂടാതെ ഇവിടെ റൈറ്റ് സൈഡിലാണ് ഇതിൻ്റെ സെറ്റിങ്സ് കംപ്ലീറ്റും ഇരിക്കുന്നത് അല്ലേ.
അപ്പോൾ ഇതിലിപ്പോൾ 2 പേജായിട്ട് ആണുള്ളത്. 2 പേജ് ഞാനിങ്ങനെ വെച്ചത് തന്നെയാണ് നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ട്. ഇതിലിപ്പോൾ നിങ്ങൾക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ സെക്കൻഡ് പേജിലേക്ക് നമുക്ക് എന്തില്ല, ഹെഡേഴ്സ് ഇല്ല അല്ലേ. അപ്പോൾ പ്രിൻറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു കുറച്ച് നീറ്റ്നെസ്സിന് വേണ്ടിയിട്ട് സെക്കൻഡ് പേജിലും ഹെഡേഴ്സ് ഇരിക്കുന്നതാണ് നല്ലത്. അങ്ങനെയാകുമ്പോൾ നമുക്ക് കാര്യങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യാനും ഈസി ആയിരിക്കും. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ഫ്രീസ് റോസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ. അപ്പോൾ ഇതൊന്ന് ഞാൻ ജസ്റ്റ് ക്യാൻസൽ ചെയ്ത് കൊടുത്തിട്ട് ഇവിടെ വന്നിട്ട് ഈ ഹാൻഡിൽ കാണുമ്പോൾ ഒന്ന് ഇതിനെ പിടിച്ച് സ്ക്രോൾ ഡൗൺ ചെയ്ത് വെക്കുകയാണ്. ഇനി ഞാൻ വീണ്ടും പ്രിൻറ്റിങ്ങിനുള്ള ഈ ഓപ്ഷൻ ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. ഇനി നമുക്കൊന്ന് താഴേക്ക് നോക്കാം. കണ്ടോ, ഹെഡേഴ്സ് ഇവിടെയും വന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ പ്രിൻറ്റ് ചെയ്യേണ്ട സമയത്ത് റോസ് സെറ്റ് ചെയ്യേണ്ടത്, ഹെഡേഴ്സ് സെറ്റ് ചെയ്ത് കൊടുക്കേണ്ടത്. ഇനിയിപ്പോൾ നമുക്ക് ഇവിടെയുള്ള ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് കറൻറ്റ് ഷീറ്റ് എന്നുള്ളതാണ്. അത് മാത്രമല്ല സെലക്റ്റഡ് സെൽസ് ഉണ്ട്. അതായത് ഇപ്പോൾ എനിക്കിവിടെ ഒരു 10 എംപ്ലോയീസിൻ്റെ ഡീറ്റെയിൽസ് മാത്രമേ വേണ്ടൂ എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ജസ്റ്റ് അതൊന്ന് സെലക്ട് ചെയ്യുന്നു. ദെൻ പ്രിൻറ്റ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്നു. കറൻറ്റ് ഷീറ്റ് എന്നുള്ള ഈ ഒരു ഓപ്ഷൻ മാറ്റി കൊടുക്കുക. സെലക്റ്റഡ് സെൽസ് എന്ന് ആക്കുക. കണ്ടോ, ഇപ്പോൾ ഒരു പേജിലേക്ക് മാത്രമായിട്ട് നമ്മുടെ ഡാറ്റ ഒതുങ്ങിയിട്ടുണ്ട്. കറക്റ്റ് 10 എംപ്ലോയീസിൻ്റെ ഡീറ്റെയിൽസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ സെലക്റ്റഡ് ഏരിയ മാത്രം പ്രിൻറ്റ് ചെയ്യുന്നത്. ഇനി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പേപ്പർ സൈസ് ഇവിടുന്ന് മാറ്റി കൊടുക്കാം. A4 സൈസാണ് വേണ്ടതെങ്കിൽ A4 സൈസ് സെലക്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അതേപോലെ തന്നെ ലാൻഡ്സ്കേപ്പ് ഉണ്ട്, പോർട്രേറ്റ് ഉണ്ട്. അതൊക്കെ നമുക്ക് എക്സലിൽ യൂസ് ചെയ്യുന്നത് പോലെ തന്നെയാണ്. പിന്നെ സ്കെയിലിംഗ് സെലക്ട് ചെയ്ത് കൊടുക്കാം. ഫിറ്റ് ടു വിഡ്ത്ത്, ഫിറ്റ് ടു ഹൈറ്റ്, പേജ് എന്നുള്ള ഓപ്ഷനാണ്. അതുപോലെ പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഫോമാറ്റിംഗ് ആണ്. അതായത് ഇതിൽ നമുക്ക് ഗ്രിഡ് ലൈൻസ് വേണമെന്നുണ്ടെങ്കിൽ നമുക്കിതൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാവുന്നതാണ്. കണ്ടല്ലോ. അതുപോലെ അലൈൻമെൻറ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അതായത് നമുക്ക് ഇത് സെൻറ്ററിലാണ് വേണ്ടത് എന്ന് വിചാരിക്കുക. ഈ ഒരു ടേബിൾ നമുക്കിവിടെ സെൻറ്ററിലാണ് വേണ്ടതെങ്കിൽ ജസ്റ്റ് ഇവിടെ പോയിട്ട് സെൻറ്റർ എന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇത് സെൻറ്ററിലേക്ക് അലൈൻ ചെയ്ത് വരുന്നതായിരിക്കും. അതുപോലെ തന്നെ ടോപ്പിലാണോ ബോട്ടമിലാണോ സെൻറ്ററിലാണോ വേണ്ടത് എന്നുള്ളതും നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ്. പിന്നെ ഹെഡേഴ്സ് ആൻഡ് ഫൂട്ടേഴ്സിനുള്ള ഓപ്ഷനാണ്. അപ്പോൾ അത് സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പേജ് നമ്പർ വേണമെന്നുണ്ടെങ്കിൽ പേജ് നമ്പർ കൊടുക്കാം. അതല്ല ഇനി നമുക്ക് വർക്ക് ബുക്കിൻ്റെ ടൈറ്റിൽ വരണമെന്നുണ്ടെങ്കിൽ വർക്ക് ബുക്കിൻ്റെ ടൈറ്റിൽ ഇവിടെ വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ഷീറ്റിൻ്റെ പേര് വേണമെന്നുണ്ടെങ്കിൽ ഷീറ്റിൻ്റെ പേര് ഷീറ്റ് 1 എന്നാണ് ഈ ഷീറ്റിൻ്റെ പേര്. ഇനി അതിൽ കറണ്ട് ഡേറ്റും അതേപോലെ കറണ്ട് ടൈമും വെക്കണമെന്നുണ്ടെങ്കിൽ അതും വെച്ചിട്ട് നമുക്ക് പ്രിൻ്റ് കൊടുക്കാവുന്നതാണ്. കണ്ടല്ലോ. ഇനിയിപ്പം എഡിറ്റ് കസ്റ്റം ഫീൽഡ്സിൽ ഇവിടെ കണ്ടോ റിപ്പീറ്റ് ഫ്രോസൺ റോസ് എന്നുള്ളത് ഇവിടെ ടിക്ക് മാർക്കിലാണുള്ളത്. നമ്മൾ നേരത്തെ ഫ്രീസ് ചെയ്ത് വെച്ചതുകൊണ്ടാണ് ഇങ്ങനെ വന്നിട്ടുള്ളത്. ഞാനിപ്പോൾ കറണ്ട് ഷീറ്റ് സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിൽ പേജ് ബ്രേക്ക് എങ്ങനെ സെറ്റ് ചെയ്യാം എന്നുള്ളത് കൂടി നോക്കാം. അതിനായിട്ട് നമുക്കിവിടെ കാണാം കസ്റ്റം പേജ് ബ്രേക്സ് എന്നുള്ള ഒരു ഓപ്ഷൻ അല്ലേ. അതിൻ്റെ നേരെയുള്ള ഈ എഡിറ്റ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുന്നു. ദെൻ ഇവിടെ നിന്ന് നമുക്ക് നമ്മുടെ പേജ് ബ്രേക്ക് സെറ്റ് ചെയ്യാവുന്നതാണ്. നേരത്തെ നമ്മൾ കണ്ടിരുന്നത് 2 പേജായിരുന്നു. അപ്പോൾ എനിക്ക് ആ 2 പേജ് വേണ്ട, ഒറ്റ പേജ് മതിയെങ്കിൽ ഞാൻ ജസ്റ്റ് ഒന്ന് ഇതിനെ പിടിച്ച് സ്ക്രോൾ ഡൗൺ ചെയ്യുകയാണ്. ഇനി കൺഫേം ബ്രേക്സ് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുന്നു. കണ്ടോ, ഇപ്പോൾ നമുക്ക് ഒരു പേജ് മാത്രമേ ഇവിടെ ഉള്ളൂ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഗൂഗിൾ ഷീറ്റ് പ്രിൻറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ എല്ലാവർക്കും ക്ലാസ് യൂസ്ഫുൾ ആയിരിക്കുമെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ക്ലാസ്സിൽ നല്ലൊരു ടോപ്പിക്കുമായിട്ട് കാണാം. സോ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.